കായംകുളത്ത് ദേശീയപാതയിൽ ONK ജംഗ്ഷന് സമീപം അപകടങ്ങൾ വർദ്ധിക്കുന്നു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായ അപകട നിയന്ത്രണ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് ദുരവസ്ഥയ്ക്ക് പ്രധാന കാരണം. കായംകുളത്ത് ദേശീയപാതയിൽ ONK ജംഗ്ഷന് സമീപം അപകടങ്ങൾ വർദ്ധിക്കുകയാണ്. നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള ഭാഗമായിട്ടും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായ അപകട നിയന്ത്രണ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് പ്രധാന കാരണം. ONK ജംഗ്ഷനിലെ അടിപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ട്രാഫിക് നിയമങ്ങളും പാലിക്കാതെ അശാസ്ത്രീയമായ രീതിയിൽ ദേശീയപാത അതോറിറ്റി കരാറുകാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്നും ആക്ഷേപമുണ്ട്. രാത്രിയിൽ തെരുവുവിളക്കുകളില്ലാത്തത് കാരണം 2 ദിവസങ്ങൾക്ക് മുൻപും വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടമുണ്ടായി. 4 മേഖലയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുന്ന സ്ഥിതിയാണ് ഇവിടെ ഉണ്ടാകാറുള്ളത്. പകൽ സമയങ്ങളിൽ കനത്ത ചൂടും ശക്തമായ പൊടിയും ട്രാഫിക് പോലീസുകാരെയും ബുദ്ധിമുട്ടിലാഴ്ത്തുന്നു. അപകടങ്ങൾ പെരുകുന്നതും ONK ജംഗ്ഷനിൽ വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതും അധികൃതരുടെ കണ്ണു തുറപ്പിക്കുന്നില്ലെന്ന് വാർഡ് കൌൺസിലർ AP ഷാജഹാൻ പറഞ്ഞു. അടിയന്തരമായി നിർമ്മാണ കരാർ കമ്പനിയുടെ അധികൃതർ നടപടിയെടുത്തില്ല എങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ച ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് AP ഷാജഹാൻ പറഞ്ഞു. ദേശീയപാതയിൽ കായംകുളത്ത് ഏറ്റവും തിരക്കേറിയ പ്രദേശമാണ് MSM കോളേജ് ജംഗ്ഷൻ, ONK ജംഗ്ഷൻ. ഇവിടെ അടിപ്പാതയുടെ നിർമ്മാണം തുടങ്ങിയ അന്ന് മുതൽ നിരന്തരമായ അപകടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കോളേജ്, സ്കൂള്, അതുപോലെ തന്നെ വാഹനങ്ങൾ, പടിഞ്ഞാറ് നിന്ന് നിരന്തരമായി വരുന്ന വാഹനങ്ങൾ മാർക്കറ്റിലേക്ക് കടന്നു പോകുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നു. 2 ദിവസത്തിന് മുമ്പ് രാത്രിയിൽ, പ്രത്യേകിച്ച് രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത്. പകല് ഈ ഭയങ്കര വെയിലത്തും അതുപോലെ തന്നെ പൊടിയിലും ഒരു പോലീസ് ട്രാഫിക്കിലുള്ളൊരു പോലീസുകാരൻ മാത്രമാണ് അവിടെ നിൽക്കുന്നത്. അദ്ദേഹം ആ കൊടും വെയിൽ കുറേ നേരം നിന്നിട്ട് അപ്പുറം ഇപ്പുറം മാറി നിൽക്കും. അതുകൊണ്ട് തന്നെ വാഹനങ്ങളിൽ വരുന്നവർക്കും കാൽനടയായി വരുന്നവർക്കും എങ്ങോട്ട് പോകാനാണ്, എപ്പോൾ കടന്നു പോകണമെന്നും അറിയാൻ വയ്യാത്ത രീതിയിലാണ്. വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ഈ കാര്യത്തിൽ. ട്രാഫിക് SI എടുത്തും അതുപോലെ DYSP എടുത്തുമെല്ലാം ഞങ്ങൾ ഇത് സംബന്ധിച്ച് ഒരു വിവരം അവർക്ക് കൊടുത്തിരുന്നതാണ്. എന്തായാലും ശ്രദ്ധിച്ചില്ല എങ്കിൽ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞങ്ങളെല്ലാം കൂടി ഓടി വന്ന് അവരെ രക്ഷപ്പെടുത്തി. ആ ഭാഗ്യത്തിന് വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്നിപ്പം പടിഞ്ഞാറ് നിന്ന് വരുന്ന 100 കണക്കിന് വാഹനങ്ങൾ, അത് ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത, നേരത്തെ 4 മേഖലയായിരുന്നു, ഇപ്പോൾ 6 മേഖലയിലൂടെ പടിഞ്ഞാറ് നിന്ന് വരുന്നത് വടക്കോട്ടും കിഴക്കോട്ടും അതുപോലെ തെക്കോട്ടുമൊക്കെ പോകുന്നതിന് വേണ്ടി ദിക്കറിയാതെ നിൽക്കുകയാണ്. ഇതിലൂടെയാണ് പാവപ്പെട്ട കാൽനട യാത്രക്കാർ അവർ വന്ന് ഏതാണ്ട് 10-15 മിനിറ്റോളം ആ വെയിലത്ത് നിൽക്കണം, പൊടി ശ്വസിച്ചുകൊണ്ട് നിൽക്കണം. നിരന്തരമായി അവർക്ക് എന്തെങ്കിലും ഒരല്പം കണ്ണ് തെറ്റിപ്പോയാൽ അവരുടെ ജീവൻ പോകുന്ന ഒരവസ്ഥയിലേക്കാണ്. അതുകൊണ്ട് അടിയന്തരമായി ഇതിനു വേണ്ട നടപടികൾ ഒന്നുകിൽ ഈ ട്രാഫിക് യൂണിറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെ വിശ്വസമുദ്ര എന്ന് പറയുന്ന കോൺട്രാക്ട് കമ്പനിയോ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. വടക്കു നിന്നും പടിഞ്ഞാറ് നിന്നും കിഴക്ക് നിന്നും കടന്നു വരുന്ന വാഹനങ്ങൾ കാൽനട യാത്രക്കാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അധികൃതർ കാണുന്നില്ല. വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞ് വിലപിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല എന്ന് കൌൺസിലർ പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം.